The forecast shows rain showers with a high of 86 and a low of 73. Right now, it's lightly raining and 78. Hey Cortana, first Prime Minister in India. According to Wikipedia.org, Jawaharlal Nehru took charge as the first Prime Minister of India on August 15, 1947. മച്ചന്മാരെല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് വിൻഡോസ് 10, നമ്മളെല്ലാം കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന വിൻഡോസ് 10 എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തുള്ള കോർട്ടാന എന്നൊരു ഫീച്ചറാണ് നമ്മളിന്നിവിടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. എന്താണ് ഈ കോർട്ടാന എന്ന് വെച്ചാൽ, ഇത് നമ്മളെല്ലാം ആൻഡ്രോയിഡ് ഫോണ്, ആപ്പിൾ ഫോൺ എന്നിവയിലൊക്കെയുള്ള വോയിസ് അസിസ്റ്റൻ്റ് പോലെ ഒരു വോയിസ് അസിസ്റ്റൻ്റാണ് കോർട്ടാന. ഗൂഗിൾ അസിസ്റ്റൻറ്റിനെ പോലെയൊക്കെയുള്ള മറ്റൊരു വോയിസ് അസിസ്റ്റൻറ്റ്. അപ്പോൾ ഈ കോർട്ടാന എങ്ങനെ നമ്മുടെ വിൻഡോസ് 10-ൽ സെറ്റപ്പ് ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. ഇത് വളരെ ഈസി ആയൊരു പരിപാടിയാണ്. ഇതിന് നിങ്ങൾക്ക് ആദ്യമായിട്ട് വേണ്ടിയൊരു കാര്യമാണ് മൈക്രോസോഫ്റ്റ് അക്കൗണ്ട്. അതായത് നമ്മുടെ ജിമെയിൽ പോലൊരു അക്കൗണ്ട് നമുക്ക് മൈക്രോസോഫ്റ്റിനകത്ത് എടുക്കുവാനായിട്ട് സാധിക്കും. ഹോട്ട്മെയിൽ, ഔട്ട്ലുക്ക് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലത്തെ ഒരു ഹോട്ട്മെയിൽ അക്കൗണ്ടോ ഔട്ട്ലുക്ക് അക്കൗണ്ടോ നമ്മൾ വിൻഡോസ് 10-ൽ എടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് വിൻഡോസ് 10-ൻ്റെ ഇതുപോലെയുള്ള ഫീച്ചറുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം കോർട്ടാന എന്ന വോയിസ് അസിസ്റ്റൻറ്റിനെ എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. അതിനുവേണ്ടി നമ്മൾ വിൻഡോസ് ഡി പ്രസ് ചെയ്തിട്ട് 2 തവണ ടാബ് പ്രസ് ചെയ്ത് കോർട്ടാന എന്ന ഒരു ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ കണ്ടുപിടിച്ചിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ ഞാൻ കണ്ടുപിടിക്കുന്നത് ടോക്ക് ടു കോർട്ടാന ബട്ടൺ നമ്മൾ NVIDIA അനൗൺസ് ചെയ്തു. ഞാൻ NVIDIA സ്പീഡ് ഇച്ചിരി കുറയ്ക്കാം. അപ്പോൾ ഞാൻ NVIDIA സ്പീഡ് കുറച്ചിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ നോക്കാം. വിൻഡോസ് ഡി പ്രസ് ചെയ്യുന്നു, 2 തവണ ടാബ് ഞെക്കുന്നു, 3 തവണ ടാബ് ഞെക്കണം. ഇപ്പോൾ ടോക്ക് ടു കോർട്ടാന എന്ന് പറഞ്ഞു, അവിടെ എൻ്റർ അടിക്കുക. കോർട്ടാന വിൻഡോ എന്ന് പറഞ്ഞു, അവിടെ സൈൻ ഇൻ ചെയ്യാനാണ് അവർ പറയുന്നത്. അവിടെ എൻ്റർ അല്ലെങ്കിൽ സ്പേസ് പ്രസ് ചെയ്യുക. ഇതിനകത്ത് ഇപ്പോൾ 2 അക്കൗണ്ട് കാണിക്കുന്നുണ്ട്. ഒന്നെൻ്റെ കോളേജിൻ്റെ മൈക്രോസോഫ്റ്റ് ടീംസ് ഉപയോഗിക്കുന്നതിൻ്റെ അക്കൗണ്ടും ഒന്ന് മൈക്രോസോഫ്റ്റിൻ്റെ എൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അക്കൗണ്ടുമാണ് കാണിക്കുന്നത്. അതിനകത്ത് ഞാൻ എൻ്റെ ഈ അക്കൗണ്ട് ഞാൻ സെലക്ട് ചെയ്യുന്നത് ഔട്ട്ലുക്ക് അക്കൗണ്ടാണ്. അത് ഞാൻ എടുക്കുന്നത്. ഹോട്ട്മെയിൽ ആണെങ്കിലും കുഴപ്പമില്ല, ഔട്ട്ലുക്ക് ആണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മുടെ കോർട്ടാനയ്ക്കകത്ത് സൈൻ ഇൻ ആയിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യാനില്ല പ്രത്യേകിച്ച്. ഹേ കോർട്ടാന, നമുക്കിനി അതിൻ്റെ സെറ്റിങ്സ് ഒന്ന് പരിചയപ്പെടാം. ഇപ്പം ഞാൻ ഹേ കോർട്ടാന എന്ന് പറഞ്ഞപ്പം ഒന്നും വന്നില്ല. നമുക്ക് അതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ സെറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ടാബ് 1 തവണ അടിക്കുമ്പം മെനു സെറ്റിങ്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. അവിടെ സ്പേസ് അടിക്കുക അല്ലെങ്കിൽ എൻ്റർ അടിക്കുക. സെറ്റിങ്സ് ഡൗൺ ആരോ പ്രസ് ചെയ്യുമ്പോൾ സെറ്റിങ്സ് എന്നുണ്ട്, അത് പ്രസ് ചെയ്യുക. സൈൻ ഔട്ട് എന്നും കാണിക്കുന്നുണ്ട്. വീണ്ടും ടാബ് പ്രസ് ചെയ്യുക. ടോക്ക് ടു കോർട്ടാന സെറ്റിങ്സ് പേജ്, അത് എൻ്റർ അടിക്കുക അല്ലെങ്കിൽ സ്പേസ് പ്രസ് ചെയ്യുക. വേക്ക് വേർഡ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സേ കോർട്ടാന എന്ന് പറഞ്ഞാൽ വരുമെന്നാണ് അവർ പറയുന്നത്. അത് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. കീബോർഡ് ഷോർട്ട് കട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. നമുക്ക് ബാക്ക് അടിച്ചിട്ട് ബാക്കി സെറ്റിങ്സിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഹാർഡ്വെയർ ലിസ്റ്റ് എന്നുള്ളതാണ് എടുക്കാം. അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ കോർട്ടാനയ്ക്കകത്ത് പ്രത്യേകിച്ച് ഒന്നും സെറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നില്ല. കാരണം ഞാനാണെങ്കിൽ നേരത്തെ കോർട്ടാന ഒന്ന് സൈൻ ഇൻ ചെയ്ത് നോക്കിയായിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു ഇപ്പോൾ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നില്ല. നമ്മൾ മെനു എടുത്തിട്ട് സെറ്റിങ്സ് എടുക്കുമ്പോൾ അതിനകത്ത് കോർട്ടാന വോയിസ് അസിസ്റ്റൻ്റ് എന്നുള്ളത് എടുക്കുമ്പോൾ അവിടെ നമുക്ക് വെയ്ക്ക് വേർഡ് ഓൺ ചെയ്യാൻ, ഇങ്ങനെ കോർട്ടാന എന്ന് വിളിക്കുമ്പോൾ അത് വരണോ വേണ്ടോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. അത് ഓണാക്കി വേണം ഇടാൻ പറ്റും.
ഞാനത് ഓണാക്കി ഇട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ അത് കാണുന്നില്ല. അത് എന്താണെന്ന് എനിക്കറിയത്തില്ല. അത് നിങ്ങൾ നോക്കുമ്പോൾ കാണും, കുഴപ്പമില്ല. ഇല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ അത് പരിഹരിച്ചു തരാം. ഇപ്പം ഞാനിത് ഫുള്ള് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോർട്ടാന എന്ന് വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ചോദിച്ചു നോക്കാം. കോർട്ടാന എന്താ പറയുന്നത് നോക്കാം. ഗൂഗിൾ അസിസ്റ്റൻറ്റിനെ പോലെ കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഹേ കോർട്ടാന, ടുഡേസ് വെദർ. The forecast shows rain showers with a high of 86 and a low of 73. Right now, it's lightly raining and 78. ഫാരൻഹൈറ്റിലാണെന്ന് തോന്നുന്നു കോർട്ടാനക്കകത്ത് ഇത് സെൽഷ്യസ് പറയുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. നമുക്ക് വീണ്ടും കോർട്ടാനോട് എന്തെങ്കിലും ചോദിച്ചു നോക്കാം. ഹേ കോർട്ടാന, കോർട്ടാന, ഹേ കോർട്ടാന, ഹേ കോർട്ടാന, കറന്റ് പ്രൈം മിനിസ്റ്റർ ഇൻ ഇന്ത്യ. The current Prime Minister of India is Narendra Modi. Hey Cortana, current president in India. According to Wikipedia.org, 14th and current president of India. Ram Nath Kovind, born October 1st, 1945, is an Indian politician currently serving as the 14th president of India, in office since July 25th, 2017. Hey Cortana, first prime minister in India. According to Wikipedia.org, Jawaharlal Nehru took charge as the first Prime Minister of India on August 15, 1947, and chose 15 other members for his cabinet. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് വേണ്ടി ഇപ്പോൾ ഇങ്ങനെ കുറേ 2-3 ചോദ്യങ്ങൾ ചോദിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ കോർട്ടാനായിട്ട് ചോദിക്കാൻ പറ്റും, ആൻസർ കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ സ്ലാങ് ചെറിയ ഡിഫറൻസ് വരുന്നതുകൊണ്ട് ചില ചോദ്യങ്ങൾക്ക് ആൻസർ കിട്ടാതെ വരുന്നുണ്ട്. അത് കറക്റ്റ് ഒരു ഇംഗ്ലീഷിൽ ആ ഒരു ഇംഗ്ലീഷിൻ്റെ സ്ലാങ് ചോദിച്ചാൽ നമുക്ക് ആൻസർ കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് കോർട്ടാന സെറ്റപ്പ് ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ എളുപ്പമാണ്. ജസ്റ്റ് നമ്മൾ ഒരു ഹോട്ട്മെയിൽ അല്ലെങ്കിൽ ഔട്ട്ലുക്ക് അക്കൗണ്ട് വേണം മൈക്രോസോഫ്റ്റിൻ്റെ. എന്നിട്ട് കോർട്ടാന എടുക്കുക, സൈൻ ഇൻ ചെയ്യുക. എൻ്റെ കമ്പ്യൂട്ടറിന് നേരത്തെ സൈൻ ഇൻ ആയി ഔട്ട്ലുക്ക് അക്കൗണ്ട് കിടന്നുകൊണ്ടാണ് അവിടെ അക്കൗണ്ട് സെലക്ട് ചെയ്യാൻ കാണിച്ചത്. അല്ലെങ്കിൽ നമ്മളോട് ഇമെയിൽ ID ടൈപ്പ് ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം സൈൻ ഇൻ കൊടുക്കുക, പാസ്വേഡ് അടിക്കുക. പിന്നീട് കോർട്ടാനയുടെ ഈ വിൻഡോ തന്നെയാണ് വരുന്നത്. അവിടെ നമ്മൾ കോർട്ടാനയോട് ചോദ്യങ്ങൾ ചോദിക്കുക. ചോദിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഹേ കോർട്ടാന എന്ന് വിളിക്കുമ്പം ഒന്നും വരുന്നില്ലെന്നുണ്ടെങ്കിൽ മെനു എടുത്തിട്ട് സെറ്റിങ്സിൽ പോകുമ്പം അവിടെ കോർട്ടാനയോട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള സംഭവം ഓൺ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ചെയ്താൽ മാത്രം മതി. ഞാൻ നേരത്തെ സെറ്റ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നത്, കാണുന്നില്ല. ആദ്യമായിട്ട് ഞാൻ ചെയ്തപ്പോൾ അത് കാണിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം എന്തുകൊണ്ടോ അത് കാണിക്കുന്നില്ല. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കൺട്രോൾ പാനലിൽ പോയിട്ട് മൈക്ക് ഏതാണ് കിടക്കുന്നത് നോക്കണം. ഹെഡ്സെറ്റിൻ്റെ ആണോ കമ്പ്യൂട്ടറിൻ്റെ ആണോ എന്നൊക്കെ. അത് കറക്റ്റ് വർക്ക് ചെയ്യുന്ന മൈക്ക് ഏതാണോ അത് സെറ്റ് ചെയ്ത് കൊടുക്കണം. അത് വേണം ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോഴാണ് ഞാനത് ഓർത്തത്. കൺട്രോൾ പാനൽ എടുക്കുക. അവിടെ നമ്മൾ സൗണ്ട് അതിൻ്റെ ഓഡിയോ എന്നുള്ള എടുക്കുക. അതെടുക്കുക. അവിടെ നിന്ന് ഷിഫ്റ്റ് ടാബ് അടിച്ചിട്ട് റൈറ്റ് ആരോ പ്രസ് ചെയ്യുക. റെക്കോർഡിംഗ് ടാബ് എന്നുള്ള എടുത്തിട്ട് ടാബ് പ്രസ് ചെയ്യുക. ഇവിടെ ചോദിക്കുന്നുണ്ട് ഏതാണ് നിങ്ങളുടെ റെക്കോർഡിംഗ് ഡിവൈസിന് വേണ്ടിയെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ മൈക്ക് കമ്പ്യൂട്ടറിൻ്റെ മൈക്കാണ് ഇപ്പോൾ ഡിഫോൾട്ട് ഡിവൈസായിട്ട് കൊടുത്തിരിക്കുന്നത്. റെക്കോർഡ് ചെയ്യുന്ന മൈക്ക് വേറെയാണ്. ഇപ്പോൾ ഡിഫോൾട്ട് മൈക്ക് കമ്പ്യൂട്ടറിൻ്റെ മൈക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഡിഫോൾട്ട് മൈക്ക് കാണിക്കുന്നത്. ഫോക്കസ് അതിൻ്റെ ഫോണിൻ്റെ ആണ്. അത് വെച്ച് ഞാൻ സ്ക്രീൻ റെക്കോർഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ മൈക്രോഫോൺ റിയൽ ടെക് ഐഡിഫിൻ ഓഡിയോ അതാണ് നിങ്ങളുടെ ലാപ്ടോപ്പിൽ അങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. ഇവിടെ ജസ്റ്റ് ആപ്ലിക്കേഷൻ കീ പ്രസ് ചെയ്തതിന് ശേഷം കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് ലാപ്ടോപ്പിൻ്റെ കീബോർഡാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് F10 പ്രസ് ചെയ്യുക. എക്സ്റ്റേണൽ കീബോർഡാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ കീ കൺട്രോൾ കീയുടെ ഇപ്പുറത്തുള്ള ആപ്ലിക്കേഷൻ കീ പ്രസ് ചെയ്യുക. വലത്തുവശത്തെ കൺട്രോൾ കീയുടെ ഇപ്പുറത്തുള്ള ആപ്ലിക്കേഷൻ കീ പ്രസ് ചെയ്യുക. അവിടെ ഡൗൺ ആരോ പ്രസ് ചെയ്യുമ്പോൾ കോൺഫിഗർ
സെറ്റ് ആസ് ഡിഫോൾട്ട് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് എന്ന് കാണിക്കും. അവിടെ എൻ്റർ പ്രസ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ അത് ഓക്കെ ആയിരുന്നു. പിന്നെ ടാബ് പ്രസ് ചെയ്തിട്ട് അപ്ലൈ അല്ലെങ്കിൽ ഓക്കെ കൊടുത്താൽ ഓക്കെ കൊടുത്തതിൻ്റെ ഇപ്പോൾ ഡിഫോൾട്ട് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് കമ്പ്യൂട്ടറിൻ്റെ ലാപ്ടോപ്പിൻ്റെ മൈക്കാണ് കിടക്കുന്നത്. ഞാനിപ്പോൾ ക്ലോസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ മൈക്രോഫോൺ സെറ്റ് ചെയ്യുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കോർട്ടാന വളരെ സിമ്പിളായിട്ട് കമ്പ്യൂട്ടറിനകത്ത് കോൺഫിഗർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.